സൗന്ദര്യലഹരിയുടെ 8ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചൊല്ലുന്നത്. ഓം ഗുരുഭ്യോ നമ. ഓം ശങ്കരാചാര്യ നമ. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായായതിരാജായ തേ നമഃ. സുധാസിന്ധോർമധ്യേ സുരവിടവിവാടി പർവ്വതേ മണിദീപേ നീവോ പവനമതി ചിന്താമണിഗ്രഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഫലന്തി ത്വം ധന്യ കതിജന ചിദാനന്ദലഹരേ. ചിന്താമണി എന്ന ഗ്രഹത്തിലാണ് അമ്മ വസിക്കുന്നത്. അമൃത സരസിൻ്റെ മധ്യത്തിലായി ദേവിയുടെ വാസസ്ഥലം. ദേവലോകത്തെ കൽപ്പവൃക്ഷത്താൽ ചുറ്റപ്പെട്ട കദംബവനത്താൽ ചുറ്റപ്പെട്ട വനത്തിൻ്റെ നടുവിൽ അമൃത സരസിൻ്റെ മധ്യത്തിൽ പത്മരാഗത്താൽ ചുറ്റിപ്പെട്ടിരിക്കുന്ന താമര നിറഞ്ഞു നിൽക്കുന്ന തടാകത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് അമ്മയുടെ ചിന്താമണി ഗ്രഹം. ആ ഗ്രഹത്തിലാണ് അമ്മ വസിക്കുന്നത്. മഞ്ചത്തിൻ്റെ കാലുകൾ ത്രിമൂർത്തികളും സദാശിവൻ മുതലായവരാണ്. ശിവൻ്റെ മടിയിലാണ് ദേവി ഇരിക്കുന്നത്. മറ്റു ചില തന്മാർ ജ്ഞാനപ്രവാഹമായി ഭജിക്കുന്നു. മഞ്ചത്തിൻ്റെ മധ്യത്തിൽ ധ്യാനത്തിൻ്റെ പ്രകാശം ഭക്തർക്ക് ലഭിക്കുന്നു. ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലാണ് അമ്മ വസിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ നമ്മൾ എപ്പോഴും ആ ചിന്താമണി ഗ്രഹവും അവിടെ ഇരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയായ ദേവിയെയും എപ്പോഴും ആ സൗന്ദര്യത്തെയും നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിച്ചാൽ ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഈ സൗന്ദര്യലഹരി എന്ന ഈ കാവ്യത്തിൽ അമ്മയുടെ ഓരോ ഭാഗങ്ങൾ വർണ്ണിക്കുകയാണ്. അമ്മയുടെ സൗന്ദര്യത്തെപ്പറ്റിയും അമ്മ വസിക്കുന്നതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സൗന്ദര്യലഹരി എന്ന കാവ്യത്തിൽ വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ ദിവസവും വായിച്ച് അതിൻ്റെ അർത്ഥവും കേട്ട് അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ ശ്ലോകം ഇടാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണമാണ് അല്ലേ ഞാൻ ശ്ലോകം കൂടി ചേർത്തേന്. നമസ്തേ.